ये चीज़ स्प्रिंग रोल खाया जाए क्या अंदर में जो फिलिंग है इसमें प्रॉपर चीज़ अगर इसको गरम गरम खाया जाए तो ये नेक्स्ट लेवल हाँ ये तो अब आका पड़ता അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ വീക്കെൻഡ് ആയപ്പോൾ ഇതാ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. നൈറ്റാണ് കേട്ടോ വന്നത്. അപ്പം ജസ്റ്റ് ആ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മോർണിംഗ്. മൂപ്പര് പിന്നെ ഡിന്നറൊന്നും ആവശ്യമില്ല, വരുമ്പോഴത്തേക്കും നമ്മുടെ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ രാവിലെ എണീച്ച് നമ്മുടെ സ്ഥിരം പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ്. സൺഡേ ആയതുകൊണ്ട് നമുക്ക് ജിമ്മും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വ്ളോഗുകളൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ കൊണ്ടുവന്ന പെട്ടിയൊക്കെ ഓപ്പണാക്കി കുറേ ഡ്രസ്സുകൾ അലക്കാനുണ്ടായിരുന്നു, അതിനെയൊക്കെ എടുത്തൊന്ന് മാറ്റി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേഗം പോയി ഒന്ന് വാഷിങ്ങിനൊക്കെ ഇടണം കേട്ടോ. അതിനുശേഷം ചായയും കാര്യങ്ങളൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് തുണികൾ വാഷ് ചെയ്യാനുണ്ട്. പിന്നെ ഇന്നലെ ചിക്കൻ മേടിച്ച് വെച്ചതിന് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ദോശയ്ക്കൊന്ന് വെള്ളത്തിലിടാമെന്ന് വെച്ചു. ഇന്നലെ കുറച്ച് ഇഡലിക്ക് ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് പിന്നെ ദോശയ്ക്കും കുറച്ച് ആട്ടി വെച്ചിട്ട് പുളിപ്പിക്കാണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ പിന്നെ ഇഡലിയുടെ മാവ് കഴിയുമ്പോഴത്തേക്കും ഇത് സെറ്റായിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പുളിപ്പിക്കാണ്ട് തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഒരു 4 നാഴി പച്ചരിയിലോട്ട് 1 നാഴി ഉഴുന്ന്, ഇങ്ങനെയാണ് ഞാൻ ദോശയ്ക്ക് വെള്ളത്തിലിടാറ്. കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകിയെടുത്തിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കും. ഒരു 3-4 മണിക്കൂർ മതിയാവും കേട്ടോ. അപ്പോഴത്തേക്കും ഇതാ പാല് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഉപ്പ വാക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പാല് മേടിച്ച് കൊണ്ടുവന്നില്ല. ഇനിയിപ്പോൾ ചായയും കാര്യങ്ങളൊക്കെ വെക്കണം. അപ്പോൾ ഒരുപാട് പേര് ഇനിയും വീട്ടിലോട്ട് പോയില്ലേ, പെരുന്നാൾ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് എത്തിയില്ലേ എന്നുള്ള കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിലേക്ക് പോകുന്നില്ല. ഇപ്പം ഞാൻ വീട്ടിലാണ്. വീട്ടിൽ വന്നിട്ട് ഏകദേശം 1 വീക്ക് ആവാനായി. പിന്നെ അവിടെയല്ല ആന ഇറങ്ങിയത് ചോദിക്കുന്നുണ്ട്. അതെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെന്ന് പറയണത് ഞാനും കേട്ടു ന്യൂസിൽ കേട്ടോ. ഞാൻ പിന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് കറി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാല് തിളപ്പിക്കാനും ചായ ഉണ്ടാക്കാനും ഒക്കെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഭയങ്കര റോഡ് സൈഡിലാണ് വീട്, അതുകൊണ്ട് ഭയങ്കര നോയ്സ് ഉണ്ടാവും കേട്ടോ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. പിന്നെ അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. നല്ലൊരു ദിവസം അല്ലേന്നോ, നല്ലൊരു ദിവസം എന്താ വർത്താനം ചോദിക്കുന്നുണ്ട്. സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ സൂപ്പർ വ്ളോഗ് അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നല്ല ജീരകം ഇല്ലാത്ത ഒരു കളിയും ഇല്ല അല്ലേന്ന്. നല്ല ജീരകം നല്ലതാണ് കേട്ടോ, നമ്മുടെ ദഹനത്തിനും എല്ലാറ്റിനും നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ജീരകം ഇടുന്നത്. ഇവിടെ ചില നോൺ വെജ് കറികളിലും നല്ല ജീരകം ഇടാറുണ്ട്. പക്ഷേ എന്നോ ഒരിക്കൽ FBയിൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നല്ല ജീരകം വെജിറ്റബിൾ കറിയിൽ മാത്രമേ യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പല വെറൈറ്റി ഡിഷുകളല്ലേ. അങ്ങനെ നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായ എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്കും ചായ കുടിക്കാം. പിന്നെന്താണ് ജിനിത്ത ആ വലിച്ചു പോകൽ നിങ്ങൾ കാര്യമാക്കണ്ട, അത് നിങ്ങളോടുള്ള അസൂയ കൊണ്ടാണ്. എന്തായാലും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. എന്തായാലും ഞങ്ങൾക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മുത്തേ. അത് പെട്ടെന്ന് നമുക്കത് കാണുമ്പോൾ എന്തിനാ അങ്ങനെ ചെയ്യണമെന്നുള്ളൊരു തോന്നൽ, അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളതിന് കാര്യമൊന്നും എടുക്കുന്നില്ല. പിന്നെ കഹാനി നിങ്ങളുടെ ഷോപ്പാണോ? എൻ്റെ മാത്രമല്ല, ഞങ്ങൾ 4 പേരാണ് കേട്ടോ അതിൽ പാർട്ട്നേഴ്സായിട്ടുള്ളത്. ബാക്കി 3 പേരും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ്. കോട്ടോപ്പാടം ബേസ് ചെയ്തിട്ടാണ് അവരുടെ വീടും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ തന്നെ പ്ലാൻ ചെയ്തത്. എനിക്കൊരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടുംബക്കാർ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു പാലക്കാട് സ്റ്റാർട്ട് ചെയ്തുകൂടെ എന്ന്. പക്ഷെ നമ്മളൊരാൾക്ക് വേണ്ടി പാലക്കാട് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്കത് കറക്റ്റായി നോക്കി നടത്താനും പറ്റാത്തൊരവസ്ഥ. അങ്ങനെ വരുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അവരിവിടെ കറക്റ്റായി നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കഹാനിയുടെ കാര്യം അതാണ് കേട്ടോ. സ്റ്റൗവിൻ്റെ അടുത്തുള്ള ഫ്ലവർ പോട്ട് മാറ്റു, ഒരു രസവും ഇല്ല, അത് കിച്ചണിൽ വിൻഡോസിൽ വെച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പക്ഷെ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ അവിടെ വെക്കുമ്പോഴാണ് എല്ലാവർക്കും അത് ഇഷ്ടമാണ്. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് എനിക്ക് അറിയില്ല. എനിക്കും അത് കാണുമ്പോൾ ഒരു കളർഫുള്ള് നീറ്റൊക്കെ ആയിട്ട് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ വെക്കുന്നത് കേട്ടോ. പിന്നെ ചിക്കനൊക്കെ കവറിന്ന് മാറ്റിയാൽ കവറിന്ന് കഴുകി അവിടെ വെക്കുന്നുണ്ട്. പ്ലാസ്റ്റിക് ഇടുന്ന ഇതിൽ ഞാൻ ഇടും കേട്ടോ, ചോരയോടെ ഇടാറില്ല. ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അത് മാറ്റി വെക്കും. പിന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ ഇത് ഇക്കാക്ക് ജോഗറിൽ നിന്ന് കിട്ടിയ ഒരു ഗിഫ്റ്റാണ് കേട്ടോ, ഗിഫ്റ്റ് ബോക്സാണ്. വെൽക്കം പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കുറേ തുറക്കാൻ ശ്രമിച്ച അവസാനം കിട്ടിയിട്ടോ. ഒരു കോഫി മഗ്ഗാണ് കേട്ടോ അത്. ഷെയ്ക്കറായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇതൊരു ഫ്ലാസ്ക് കേട്ടോ, രണ്ടും ഫ്ലാസ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബോട്ടിൽ. രണ്ടും നന്നായിട്ടുണ്ട്, സ്റ്റീലിൻ്റെയാണ് ഉള്ളിലുള്ളത്. അങ്ങനെ ഇതാണ് ഇക്കാക്ക് അവിടെ നിന്ന് കിട്ടിയ സംഭവം. ഓക്കെ, അപ്പോൾ എന്താണ് ജോബ് എന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നേ. ജോഗറിൽ സെയിൽസ് ഹെഡായിട്ട് വർക്ക് ചെയ്യാണ്. നിങ്ങൾക്കറിയായിരിക്കും, രാമനാട്ടുകരയാണ് കേട്ടോ സ്ഥലം, കോഴിക്കോട്. കുറേ പേർക്ക് അറിയുന്ന സ്ഥലം തന്നെയല്ലേ. അവിടെ ആരെങ്കിലും വീടൊക്കെ ഉണ്ടെങ്കിൽ പറയുക. ഇൻഷാല്ലാ ചില സമയത്ത് നമുക്ക് അവിടെ വരാൻ പറ്റുകയാണെങ്കിൽ വരണം എന്നുണ്ട് കേട്ടോ, കോഴിക്കോടൊക്കെ. അങ്ങനെ ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാരി. ഇന്നലെ നമ്മൾ വാഷ് ചെയ്തിട്ട് ഡ്രസ്സുകളുണ്ടായിരുന്നു, അതിനെയൊക്കെ ഒന്ന് എന്താ പറയുക എടുക്കുകയാണ് കേട്ടോ, ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇന്ന് വാഷിങ് കഴിഞ്ഞ ഡ്രസ്സിനെ കൊണ്ടുവന്ന് ഇടും ചെയ്യണം. പെട്ടെന്ന് പണികൾ തീർക്കണം. കാരണം ഇന്ന് ഈവനിങ് ഞാൻ വീട്ടിലോട്ട് പോവാം എന്ന് പ്ലാൻ ചെയ്ത ദിവസമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ പറഞ്ഞ പോലെ വേഗം അതെല്ലാം ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വാഷിങ് നേരത്തെ ഇട്ടത് കഴിയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അതിലെല്ലാം ഒന്ന് തോരയിട്ട് എടുത്തു കഴിഞ്ഞാൽ വാഷിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3 വാഷെങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ തുണികൾ. നമ്മളോട് കുക്കറിൽ ചോറ് വെക്കുന്ന രീതി ഒന്ന് കാണിക്കുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ ഇനിയിപ്പോൾ ഞാൻ വീട്ടിലോട്ട് പോയ ശേഷമുള്ളൂ ഞാൻ ചോറ് വെക്കലും അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവുള്ളൂ. അപ്പം ഇൻഷാല്ലാ കാണിക്കാം. 1 മാസമോ അല്ലെങ്കിൽ 3 ആഴ്ചയൊക്കെ എടുക്കും. 2-3 ആഴ്ച എന്തായാലും ഉണ്ടാവും കേട്ടോ. അതിൽ ഒരാഴ്ച ഇപ്പോൾ കഴിഞ്ഞ വഴി നമ്മൾ അറിഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് നെക്സ്റ്റ് എന്താണ്, പാക്ക് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ കുറേ ഡ്രസ്സുകൾ ഇപ്രാവശ്യം വേണം. കാരണം എനിക്ക് കഹാനിയിലൊക്കെ ഒന്ന് പോകണം, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പുറത്തിടുന്ന ഡ്രസ്സുകൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം പാക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്തായി, ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി മാവ് ഇന്നലെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ വേഗം അതെടുത്ത് കൊണ്ടുവന്ന് ഇഡ്ഡലിക്കൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ. ഇപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം ഇഡ്ഡലിക്ക് വേവിക്കേണ്ടി വന്ന ഒരവസ്ഥയാണ്. കാരണം ഞാൻ മേടിച്ചപ്പോൾ ഇത് ശ്രദ്ധിച്ചില്ല എത്ര ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ ആദ്യം ഒരു റൗണ്ട് ഒഴിച്ച് വെച്ചിട്ട് ഞാൻ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് ഇഡ്ഡലി തട്ടിൽ ഒരു 5-6 ഇഡ്ഡലിയെങ്കിലും ഒഴിക്കേണ്ട അവസ്ഥയുണ്ട് കേട്ടോ. അപ്പോൾ കറി ചൂടാക്കി വെച്ചതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. നമ്മുടെ കായ്ച്ചാറാണ് കേട്ടോ. ഇത് വെജിറ്റബിൾ മാത്രം ഇട്ടിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കിയത്. മട്ടൻ ഇടണം, പക്ഷേ ഇതിൽ ഞാൻ മട്ടൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ പറയുക, കായ്ച്ചാറൊക്കെ ഒന്ന് വിളമ്പി കൊണ്ടുവച്ചിട്ടുണ്ട്. റിഹാന് പിന്നെ വെള്ളവും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് കൊണ്ടുവച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡ്ഡലി ആയിട്ട് ഒരു 10 മിനിറ്റൊക്കെ തന്നെ ഇത് വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇഡ്ഡലി ആയിട്ട് അതൊക്കെ ഒന്ന് എടുത്തു. വേഗം എന്താ പറയുക, ചൂടോടുകൂടി എടുക്കണമെങ്കിൽ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ആക്കി എടുത്തു കഴിഞ്ഞാൽ ആവി പറക്കുന്ന ഇഡ്ഡലി കഴിക്കുക. ഇല്ല ഇച്ചിരി ചൂടാറിയിട്ട് മതിച്ചാൽ ഇതിന്ന് എടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. പക്ഷേ ഇഡ്ഡലിയുടെ ചൂട് പോകും കേട്ടോ. അപ്പോൾ ഞാൻ വേഗം വെള്ളത്തിൽ മുക്കി അതൊക്കെ എടുത്ത് എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കാര്യമായിട്ടുള്ള കുക്കിംഗ് ഇല്ല, ഒരു ഉണ്ടാക്കി വെക്കാനുണ്ട് കേട്ടോ. ഇറച്ചി വടയ്ക്ക് മട്ടൻ ഉണ്ടായിരുന്നു കുറച്ച്, അതിനിന്ന് ഇറച്ചി വടയ്ക്ക് സെറ്റാക്കി എടുക്കണം. കുറച്ച് ചിക്കൻ ഇറച്ചി വടയ്ക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണം, ഉമ്മാക്കും ഉപ്പാക്കും എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ചിക്കനുള്ള തന്നെ പെപ്പർ ചിക്കനും കൂടെ ആക്കി വെക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച് പ്ലാന്. പിന്നെ നോർമൽ റൈസും കറിയും ഒക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും കഴിച്ചു. ഞാൻ നെക്സ്റ്റ് ആവി കൂടെ കയറ്റിയ ശേഷം ഞാനും കൊണ്ടുവന്ന് ഞാനും കഴിക്കാൻ വേണ്ടിയിരുന്നു. അതിനുശേഷം എന്താണ് നമ്മുടെ സ്ഥിരം ചായ വയ്ക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഗേറ്റിൻ്റെ അവിടെയുള്ള സ്പേസിൽ എന്തെങ്കിലും പ്ലാന്റ് വെച്ചുകൂടെ, ഐ മീൻ ഫ്രൂട്ട് പ്ലാന്റ്. എനിക്കും പ്ലാന്റ്സ് വെക്കാനാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ നമ്മളിപ്പം അവിടെ ഒന്നും ചെയ്യുന്നില്ല. ഭാവിയിൽ ഇനി ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ കാണാം കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ നമ്മൾ ചായ എല്ലാം വെച്ചിട്ട് ഞാൻ അതാവുമ്പോഴത്തേക്കും കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതിനെയൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. പിന്നെ ഹായ് ഫസ്റ്റിത്തയുടെ വീഡിയോ എല്ലാം പൊളിയാണ്, താങ്ക് യു സോ മച്ച്. പിന്നെ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും വീട്ടിൽ തന്നെയാണ്. അതിൻ്റെ വ്ളോഗ് ഇടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ളൊരിതായിരിക്കും. അപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലെത്തിയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ട് വ്ളോഗ് ഇടുന്നുണ്ട് കേട്ടോ. ഇനി അതാരും മിസ്സാക്കണ്ട. പാത്രങ്ങളൊക്കെ കഴുകി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചായ ആയിട്ടുണ്ടായിരുന്നു, അതിനെയൊക്കെ ഒന്ന് എടുത്ത് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ.
പിന്നെ കുറേ നിൽക്കുമോ വീട്ടിലെന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാടൊന്നുമില്ല, എന്നാലും കുറച്ച് ദിവസമൊക്കെ ഞാൻ വെക്കേഷന് മാത്രമല്ലേ പോകാറുള്ളൂ. അവർക്ക് ഇപ്പം തന്നെ അവിടെ ബോറടിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞാനും കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വന്നിട്ടൊരു 3-4 ദിവസം ഒരു 5-6 ദിവസമൊക്കെ ആയിട്ട് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ജിനി മഞ്ഞൾ ചേർക്കില്ലേ തേങ്ങാച്ചോറിൽ? നമ്മുടെ ഇവിടെയൊക്കെ തേങ്ങാച്ചോറ് മഞ്ഞ കളറാണ്. സംഭവം സൂപ്പറാണ് നിങ്ങളുടെ ഫുഡ് എന്ന്. ഇവിടെ മഞ്ഞൾ ചേർക്കൂല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ റെസിപ്പി സ്പെഷ്യലായിട്ടൊന്നും പറയുന്നില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞുവിടാം. ചിക്കനിലോട്ടൊരു 3 വലിയുള്ളി, 2 തക്കാളി, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ മസാല ചേർത്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഇതിലോട്ട് കുരുമുളക് പൊടിയും പിന്നെ ഒരു വലിയ സ്പൂണിൽ തന്നെ നെയ്യും കൂടെ ചേർത്തി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പീസ് ചേർത്തി കറിവേപ്പില ചേർത്തി കൈവച്ച് നന്നായിട്ട് അങ്ങ് മിക്സാക്കി എടുക്കുക. ഞാൻ ഈ പ്രാവശ്യം ഓയിൽ ഒഴിക്കുന്നില്ല, പക്ഷെ 1 സ്പൂൺ നെയ്യ് അതിന് പകരം ഒഴിച്ചിട്ടുണ്ട്. ഇനി എക്സ്ട്രാ ഓയിലൊന്നും ഒഴിക്കുന്നില്ല കേട്ടോ. കാരണം ഇപ്പോഴത്തെ ഓയിലിനെക്കാട്ടിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് തന്നെയാണ് നല്ലത് എന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എന്തായാലും ഞാനിതാ നന്നായിട്ടൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കിയിട്ട് നമ്മളിവിടെ എന്താ പറയുക ഇളക്കി അടച്ച് വെക്കുന്നുണ്ട്. ഇത് ഞാൻ ചിക്കന് ആക്കി വെച്ചതാണ് കേട്ടോ, ഇറച്ചി വടയ്ക്ക് വേണ്ടിയിട്ട്. ഇത് ഞാൻ അടച്ച് കണ്ട് ഫ്രിഡ്ജിൽ വെക്കും, ഉമ്മാക്കും ഉപ്പാക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം ഇന്ന് നമുക്ക് പൊരിച്ചെടുക്കാനുള്ള ചിക്കൻ ഫ്രൈക്ക് വേണ്ടിയിട്ട് മസാല കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇത് മട്ടൻ ഇറച്ചി വട കേട്ടോ, ഇറച്ചി വടയ്ക്ക് വേണ്ടി മസാല കൂട്ടിയെടുത്തതാണ്. അത് നമ്മൾ ഇന്ന് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ കുറേ പാത്രങ്ങൾ ഉച്ചയ്ക്ക് വീണ്ടും ഉണ്ടായിരുന്നു, അതിനൊക്കെ ഒന്ന് കഴുകിയെടുത്തു. ഇനി വേഗം പോയി ഒന്ന് തുടച്ചു കൊണ്ടുവരണം, നമ്മുടെ ചിക്കൻ വെന്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ കാര്യമല്ലേ പറഞ്ഞു നിർത്തിയത്. ഇവിടെ തേങ്ങാച്ചോറിൽ മഞ്ഞൾപ്പൊടി ഒന്നും ചേർക്കൂല, വൈറ്റ് കളറിനെ ആയിരിക്കും. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ്. എൻ്റെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റെസിപ്പി ഇടണേ ജിനിക്കുട്ടി തേങ്ങാച്ചോറിൻ്റെ. ഇനിയിപ്പോൾ ഉമ്മ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തുകൊണ്ട് അന്ന് റെസിപ്പി ഇട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാനന്ന് പുറത്തു പോകുന്ന സമയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് റെസിപ്പി ഇടാൻ പറ്റിയില്ല. ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ നമ്മളത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ മഞ്ഞൾ ചേർക്കണേ, അപ്പോൾ സൂപ്പറാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ മഞ്ഞൾ ചേർക്കാറില്ല. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതാണ് അവസ്ഥ. ഇരിക്കണ കണ്ടില്ലേ, ടി വിയൊക്കെ കണ്ട് വിശന്നിട്ടുണ്ട് കേട്ടോ ആൾക്ക്, അതിൻ്റെയാണ്. പിന്നെ ഞാൻ വേഗം പോയി ചിക്കനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എണ്ണ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് അതിലോട്ട് നമ്മുടെ ചിക്കൻ ഫ്രൈ, ഇത് ഉണ്ടല്ലോ ഈസ്റ്റേണിൻ്റെ ചിക്കൻ പൊരിച്ചത് മസാലയാണ് കേട്ടോ. ഞാൻ ഇതിലോട്ട് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അന്നൊന്നും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. നല്ല കളറും നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഉപ്പ് പോലും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചില്ലി ഇട്ടിട്ടുണ്ട് ഇവിടെ, ഗ്രീൻ ചില്ലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അതിനെ അങ്ങ് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. സെയിം ഓയിലിൽ തന്നെ ഞാനിവിടെ ഇറച്ചി വടയ്ക്ക് ഇങ്ങനെ വട്ടത്തിലൊന്ന് ഉരുട്ടി പരത്തി വെച്ചിട്ടുണ്ട്. ഇതിലൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. സാധാരണ ഇത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി, പക്ഷെ ഇന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഡീപ്പായിട്ട് ഞാൻ ഫ്രൈ ചെയ്തു. മട്ടൻ വേവുമോ എന്ന് പലർക്കും ഭയങ്കര ഡൗട്ട് ഉണ്ടാവും. ഏതൊരു ഇറച്ചിയും അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. അത് ചിക്കനാണെങ്കിലും മട്ടനാണെങ്കിലും വേഗം വെന്ത് കിട്ടും കേട്ടോ. ബീഫാണെങ്കിലും ഒക്കെ. കബാബൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കണം അറിയാലോ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന സംഭവങ്ങളല്ലേ അത്. അപ്പോൾ അരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. അപ്പോൾ നമ്മളിതാ ഇറച്ചി വടയ്ക്ക് ഇട്ട ശേഷം നമ്മുടെ പ്ലേറ്റൊക്കെ ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ കഹാനി ഞാൻ ഇന്ന് കണ്ടു എന്ന് പറഞ്ഞിട്ട്, കഹാനിയിൽ ഞാൻ ഇനി നാളെ ഉണ്ടാവും കേട്ടോ. ഈ വീഡിയോ വന്ന് അതിൻ്റെ നാളെ ഉണ്ടാവും. പിന്നെ അങ്ങോട്ടൊരു 3-4 ദിവസം പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് 2 ദിവസമേ കഹാനിയിൽ പോയിട്ടുള്ളൂ. ഒരു ദിവസം ഫുൾ ഡേ നിന്നു, ഒരു ദിവസം ജസ്റ്റ് പോയി വന്നിട്ടേ ഉള്ളൂ കേട്ടോ. അന്ന് നമുക്ക് വേറെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് അന്ന് കുറേ ദിവസം നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ഇതാ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ്. കുറച്ച് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടില്ല. ഇത്രയും ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ചോറ് വേണ്ടേ എന്നും പറഞ്ഞ് പിന്നെ കുറച്ച് വൈറ്റ് റൈസും ഉണ്ടാക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. ഞാനിവിടെ ഇറച്ചി വടയും ചിക്കനുമാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ 2 സംഭവം. പിന്നെ ഇതാ ഐസ്ക്രീം വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ചിക്കുവിൻ്റെയാണ്. അപ്പോൾ അതൊന്ന് സെർവ് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ എത്ര സോസർ ഉണ്ട് എന്നൊക്കെ എണ്ണി നോക്കുകയാണ് കേട്ടോ അവന്.
അങ്ങനെ അത് വേഗം ഒന്ന് വിളമ്പിയെടുത്ത് ഞാൻ പാത്രം കഴുകിയിട്ടേ കഴിക്കുള്ളൂ. ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഉടനെ കഴിക്കൂല. പാത്രം കഴുകി സമാധാനമായിട്ട് റൂമിൽ കൊണ്ട് ഫോണൊക്കെ ഒന്ന് ഓണാക്കി എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഷോർട്ട് ഫിലിമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ട് കഴിക്കുന്നതിൻ്റെ സുഖം വേറെ ലെവലല്ലേ. അങ്ങനെ വേഗം പോയി പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പക്ഷെ ഇന്ന് എനിക്ക് കിടക്കാനൊന്നും സമയമില്ല. കാരണം ഇനി പാക്ക് ചെയ്ത് ഡ്രസ്സ് എടുക്കണം, വീട്ടിൽ പോകണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വേറൊരു ദിവസം വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ്, FB, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.